23-ാം വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ് വായിച്ചത്. ആഭിചാരം യാക്കോബിന് അങ്ങനല്ല, നന്നായിട്ട് പറ, പറ്റുകയില്ല. ദിവസം നോക്കിയ അങ്ങനെ, ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. നാം പകല് ഇവരുടെ ചില ചരിത്ര ഭാഗങ്ങൾ ചിന്തിച്ചു വരികയായിരുന്നു. ദൈവത്തിന്റെ ജനം കനാനിലേക്കുള്ള പ്രയാണവേളയിൽ മോവാബ് സമഭൂമിയിൽ വന്ന് പാളയമടിച്ചിരിക്കുക. നാട്ടുരാജാവാകുന്ന ബാലാക്ക് ഇവരുടെ പാളയവും പാർപ്പും പോകുമെല്ലാം കണ്ട് പേടിച്ചു. നേരിട്ട് യുദ്ധത്തിന് എന്നാൽ ജയിക്കത്തില്ല. മിദ്യാനി മൂപ്പന്മാരും എല്ലാം കൂടെ ചേർന്ന് പറഞ്ഞത് സാധ്യമല്ല. കാരണം ശക്തരായ 2 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി ആ ദേശം പിടിച്ചടക്കിയായി ഇവരിഞ്ഞോട്ട് വന്നിരിക്കുന്നത്. ഓഗിനെയും സീഹോനെയും. അർണോങ്കടവ് മുതൽ യബോക്ക് വരെ പിടിച്ചെടുത്തു. ആ ദേശമെല്ലാം പട്ടണമെല്ലാം പിടിച്ചിങ്ങെടുത്തു. അപ്പോൾ ഇവരോട് നേരിട്ട് യുദ്ധത്തിന് എന്നാൽ ജയിക്കത്തില്ല. പിന്നെ അവര് ഏകകണ്ഠമായിട്ടൊരു തീരുമാനമെടുത്തു. ജാതീയ പ്രവാചകനാകുന്ന ബിലയാമിനെ കൊണ്ടുവന്ന് ഇവരെ ശപിക്കണം, പ്രാഗിക്കൊല്ലണം. അല്ലെ പ്രാഗി കഴിയുമ്പം ഇവരുടെ പവർ കുറയും. അന്നേരം നമുക്ക് ഇവരെ അറ്റാക്ക് ചെയ്യാം. അങ്ങനെ മെസപ്പൊട്ടോമിയയിലെ പദോരിൽ നിന്ന് ബയോറിന്റെ മകനാകുന്ന ബിലയാമിനെ കൂലിക്ക് വരുത്തുക. പ്രാരംഭത്തിൽ ചിലരെ അയച്ചു. ബിലയാം പറഞ്ഞു, വരത്തില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കാട്ടെ. അപ്പോൾ ബാലാക്കിന് മനസ്സിലായി സാധാരണക്കാരെ വിട്ടത് കൊണ്ടായിരിക്കാം. രണ്ടാമത്തെ ഘട്ടം കുറച്ചുകൂടെ മാന്യന്മാരെ സമ്മാനങ്ങളും കൊടുത്തു, ഓഫർ കൊടുത്തു. അപ്പോൾ ബിലയാം പറഞ്ഞു, ബാലാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളി പൊന്ന് തന്നാലും എന്റെ ദൈവത്തിന്റെ പ്രമാണം കൽപ്പന വിട്ട് ഏറെയോ കുറയോ ചെയ്യുവാനോ പറയാനോ എനിക്ക് ഒക്കത്തില്ല. ഇത് പൊതുവിൽ പറഞ്ഞെങ്കിലും അകത്ത് ദ്രവ്യാഗ്രഹത്തിന്റെ കൂടായിരുന്നു. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-16 യൂദാ 11 കൂലി കൊതിച്ചു എന്നാ എഴുതിയിരിക്കുന്നത്. അനീതിയുടെ കൂലി കൊതിച്ചെന്ന. അപ്പോൾ ദൈവം പറഞ്ഞു, നീ എന്നാ പോയിക്കോ. 2-ാം വട്ടം പ്രാർത്ഥിച്ചു. പക്ഷെ ഈ യാത്ര ദൈവത്തിന്റെ തിരികിതമല്ലായിരുന്നു. എന്നാൽ ദൈവം അനുവദിച്ചു. അതിന് വേണം ഇങ്ങനൊരു പേര് കൊടുക്കാം, നിർബന്ധിത ദൈവഹിതം. പെന്തിക്കോസുകാർ അങ്ങനെ നിർബന്ധപൂർവമായിട്ട് ദൈവഹിതമാക്കിയെടുക്കും. അതിന് 21 ഇരിക്കും, 7 ഇരിക്കും, വെള്ളം കുടിക്കാതിരിക്കും. അതിന് ഈ സമരം ചെയ്യാന്നാ പറയുന്നത്. ഇപ്പൊ ദൈവത്തിന് ഉദാഹരണമാകട്ടോ, നിങ്ങൾ ഈ ഭൂമിയിൽ കർത്താവിന്റെ വരവ് വരെ മരണം വരെ പാർക്കാൻ ഒരു വീട് ആവശ്യമാണ്. അത് സമയമാകുമ്പോൾ ദൈവം തരും. പക്ഷെ നമ്മൾ അതിന് മുമ്പേ ഇരുന്ന് സമരം ചെയ്ത് മേടിക്കാറുണ്ട്. സമയമാകുമ്പം ദൈവം തരും. ദൈവത്തിന്റെ സമയം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റാതെ അതിനു മുമ്പേ നമ്മൾ സമരം ചെയ്ത് അതിന് നമ്മളുടനെ ചെയ്യുന്ന നടപടിക്രമമാണ് ഉപവാസം. 21 അപ്പൊ ഈ കഞ്ഞിയും വെള്ളവും കുടിക്കാതിരുന്നെങ്ങാനും ചത്തുപോയാൽ ദൈവനാമം ദൂഷിക്കും. അതിന് ദൈവം അന്നേരം അങ്ങ് കൊടുക്കും. ഉടനെ നമുക്ക് പിന്നെ ഉറപ്പായി ഇങ്ങനെ സമരം ചെയ്താൽ വീണ്ടും കിട്ടും. ഉടനെ നമ്മൾ പിന്നെ വണ്ടിക്കിരിക്കുക. വണ്ടി അതും സമരം ചെയ്യുമ്പോൾ ദൈവം ചത്തുപോയ ദൈവനാമം ദൂഷിക്കുകയല്ലേ. അപ്പൊ ഇങ്ങനെ ദൈവത്തിന് ടൈമിൽ ദൈവം തരും. പക്ഷെ അതിനു മുമ്പ് നമ്മൾ സമരം ചെയ്ത് ഓരോന്ന്, നിങ്ങളെ സെക്രട്ടേറിയറ്റിന്റെ വാതൊക്കെ ചെന്ന മുഴുവൻ ആൾക്കാരാ അല്ലേ. ചിലതൊക്കെ നടക്കുന്നുണ്ട്, ചിലതൊക്കെ നിരാകാര സമരം. അതിന്റെ ഡേറ്റും എഴുതിയിട്ടുണ്ട് അല്ലേ, 18-ാം ദിവസം. അപ്പൊ ചിലര് അങ്ങ് ക്ഷീണിച്ച് തളർന്ന് പൾസടി എല്ലാം കുറയുമ്പം ചുമതലപ്പെട്ടവര്
നേതൃത്വത്തെ അറിയിക്കും. അവർ പെട്ടെന്ന് പറഞ്ഞു അതിന് അവര് സെക്രട്ടറി വന്നിട്ട് ആളെ അങ്ങോട്ട് വിടും. വന്ന് സംസാരിച്ച് സന്ധ്യ സംഭാഷണം പറഞ്ഞ കാര്യമല്ല തരാം, ഉറപ്പാണ്, ഉറപ്പ്. ഒന്ന് 2 പേര് വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. നാരങ്ങ വെള്ളം കൊടുത്തു, ക്ഷീണം മാറ്റി, ആംബുലൻസ് വന്നു, ഡോക്ടറെ കൊണ്ട് കയറ്റി അവിടെ പോയി ട്രിപ്പ് വിട്ടു. പിറ്റേന്ന് പത്രത്തിൽ പുള്ളിയുടെ ഫോട്ടോയും വന്നതും എല്ലാം കൂടെ ചേർത്ത് കാര്യങ്ങൾ ഇത് തന്നെ പെന്തിക്കോസുകാർ നടത്തുന്നത്. മനസ്സിലാകുന്നില്ല. ഇത് തന്നെ ബിലിയാം ചെയ്തത്. ദൈവം പറഞ്ഞതാ പോകണ്ടെന്ന്. പുള്ളി പറഞ്ഞു ഒന്നുകൂടെ പ്രാർത്ഥിക്കട്ടെന്ന്. എന്നാലും ദൈവം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. 1-ാം ദിവസം ഒരു പ്രവാചകനെ കൊണ്ട് പ്രാർത്ഥിച്ചു നോക്കി, വീട് വെക്കണോ വെക്കണ്ട. പുള്ളി പറഞ്ഞു വേണ്ട. 2-ാം ദിവസം വന്ന പുള്ളിയെ കൊണ്ട് ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. പുള്ളി പറഞ്ഞു വെക്കണം. തലേന്ന് വന്ന പുള്ളി പറഞ്ഞു വെക്കണ്ട. 2-ാം പ്രാവശ്യം വന്ന പുള്ളി വെക്കണം. 3-ാമത് ഒരാൾ വന്നു, പുള്ളിയോട് ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. പുള്ളി പറഞ്ഞു വെക്കുകയല്ല. കുഴയാ കിടന്ന്. ഞാൻ ആ ഭാഗത്ത് അധികം നിൽക്കുന്നില്ല. നിർബന്ധിത ദൈവഗതം, ദൈവത്തിനങ്ങ് സമ്മർദ്ദം ചെലുത്തുക. എന്നിട്ട് ദൈവം പറമ്പോ അങ്ങനെ കക്ഷീനെ വിട്ടത്. ഇത് പൂർണ്ണമായ ദൈവഹിതമല്ലാഞ്ഞത് കൊണ്ട് യഹോവയുടെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായിട്ട് വഴിയിൽ പ്രതിയോഗിയായിട്ട് നിന്നു. ഇങ്ങേര് ദൂതനെ കണ്ടില്ല, കഴുത കണ്ടു. 3 പ്രാവശ്യം കഴുത ഒഴിഞ്ഞു. നരവെല്ലാം കഴുതിക്കിട്ട് അടിക്കുക ഇയാള്. ഈ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവൻ കഴുതിക്കിട്ട് അടിക്കും. ചുമ്മാ എന്ന് അടിക്കുക. 3-ാമത്തെ പ്രാവശ്യം കഴുതി അങ്ങ് വീണു. അന്നേരം പിന്നെ അടിച്ചു. പത്രോസ് പറഞ്ഞു ഉരിയാടാ കഴുതയെ കൊണ്ട് ദൈവം എന്നാലെങ്കിലും ബോധം വരണ്ടേ. കഴുത സംസാരിക്കുമ്പോഴെങ്കിലും ഈ കഴുതയ്ക്ക് മനസ്സിലാകണ്ടേ, വേണ്ടേ? അന്നേരം പുള്ളി കഴുതയോട് പറയാം എന്റെ കൈ വാളുണ്ടായിരുന്നെന്ന് ഞാൻ. ദൂതനും ചോദിച്ചതിനാണ് ചുമ്മാ കഴുതക്കിട്ട് കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടതിന് കഴുതക്കിട്ട് അടിച്ചിട്ട് എന്തേലും കാര്യമുണ്ടോ? സ്തോത്രം. ഉടനെ പുള്ളി പറഞ്ഞു എന്നാ ഞാൻ തിരിച്ചു പോവാന്ന് പറഞ്ഞു. അന്നേരം ദൈവം പറഞ്ഞാൽ ഇത്ര കിലോമീറ്റർ വന്നതല്ലേ. എന്നിട്ട് ചരിത്രം പറഞ്ഞത് ഈ മെസപ്പൊട്ടോമിയയിൽ നിന്ന് ഈ മോവാബിലേക്ക് വരാൻ വേണ്ടി 20 ദിവസത്തെ വഴി ദൂരം ഉണ്ടായിരുന്ന 20 ദിവസം. ഇത് ബന്ധപ്പെട്ട 20 ദിവസത്തോളം. അതിനെപ്പറ്റി ഭൂമിശാസ്ത്രപരമായി പഠിച്ചവരും റൂട്ട് ഒക്കെ പഠിച്ചവർ പറയുന്നത് 20 ദിവസത്തോളം എടുക്കുമെന്ന്. ഏതാണ്ട് 80 മൈലോളം ഉണ്ടെന്ന്. അടുത്ത പുറത്ത് ഇത്രയും വരുന്നതിന് ദണ്ണം വല്ലതും ഉണ്ടോ? തല്ലുമെല്ലാം കരുതയും മേടിച്ച് ഇയാളും പരുവക്കേടായി. ദൂതനം കണ്ടപ്പോൾ ഇയാൾ പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോവാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത്ര 19 കിലോമീറ്റർ വന്നതല്ലേ, അതിലും വന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലു. ഇതൊരു കാര്യം ഞാൻ പറയുന്നതേ അവിടെ പറയാവുള്ളൂ. നാട്ടെന്നും പറഞ്ഞ പുള്ളി അവിടെ ചെന്നു. നിങ്ങളോട് ഇങ്ങോട്ട് വരികയാണ്, എനിക്ക് നിങ്ങളുടെ മുഖം കൂടെ കാണാം. അല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ കസേര എടുത്ത് ചെന്നിട്ട് ഇവിടെ ഇരുന്നു. ഒരാൾ ഇവിടെയും കൂട്ടിരുന്നു. അപ്പൊ എൻ്റെ ഇടത്തും വലത്തും ഈ കസേര എടുത്തു മാസ്റ്റർ. അത് നമ്മൾ ആ കസേര എടുത്തുകൊണ്ട് വിടാം. മക്കൾ ഇച്ചിരിയുടെ പുറകോട്ടം ഇറങ്ങിയിരിക്കാം, ലേശം പൊടിക്ക്. ദൈവദാസൻ ഇവിടോട്ട് കൊടുക്കും. അല്ല ആ കസേര അതാണ്, അതെടുത്തോളൂ. അവിടോട്ട് മൂലയിലോട്ട് ഇട്ടു. മോളിഞ്ഞെടുന്നേറ്റേ മോളെ, മോളിഞ്ഞു വാ. അവിടോട്ട് എന്നിട്ട് കസേര പോത്തല്ലോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ തിരിച്ചു പോവുക. അപ്പൊ ദൂതം പറഞ്ഞ വേല ഇവിടം വരെ വന്നതല്ലേ, ശരി ഞാന് വായി തരുന്നതേ പറയാവുള്ളൂ. അന്നേരം ഒരു ധാരണ വന്നു. അപ്പോൾ ബാലാക്ക് ചെറിയ ശാസനയൊക്കെ ശാസിച്ചു. എന്തുവാ ഞാൻ ആദ്യം ആളിനെ വിട്ടപ്പം വരാഞ്ഞ്. പുള്ളി പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഒരു നടത്തിപ്പ്. 2ാമത് വിട്ടപ്പം പിന്നെ എന്നെ വന്നേ. അന്നേരം ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ പൊക്കോളാൻ.
അപ്പൊ ചോദിച്ചു, എന്തോ അങ്ങനെ മടിച്ചത്? ഞാന് നിന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തരിക, എനിക്ക് എന്നെ തരാൻ കഴിവില്ലേ? അപ്പൊ പുള്ളിക്ക് മനസ്സിലായി കിട്ടപ്പോറുള്ളിടത്താ വന്ന് കയറിയേക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞ ഒരു ജാതി ഇവിടെ വന്നിങ്ങനെ പരന്ന് പടർന്ന് കിടക്കുക, നീ അവരെ ശപിക്കണം. നീ ആരെയും അനുഗ്രഹിച്ചാൽ അനുഗ്രഹവും ശപിച്ചാൽ ശാപമാണെന്ന് കേട്ടിട്ടുണ്ട്. സമ്പത്ത് അല്ലെങ്കിൽ ദ്രവ്യം എത്ര വേണേലും തരാം, പക്ഷെ ജാതിയെ ശപിക്കണം. അങ്ങനെയൊക്കെ പെന്തിക്കോസുകാരോട് ഇടപെടുന്നവരുണ്ട്. ചിലര് ആൾക്കാർക്ക് കാശ് കൊടുത്ത് പറഞ്ഞ് എത്ര രൂപ വേണം തരാ, ഈ ഇനത്തെ ഇവിടെ അടുപ്പിക്കരുത്. ഇവിടെ ഒരു പെന്തിക്കോസുകാരൻ വന്ന് താമസിക്കുന്നുണ്ട്, എത്ര രൂപ വേണേലും തരാ, ഏത് ചെയ്ത് വേണേലും ചെയ്തോണം, ഇവനെ ഇവിടുന്ന് നടക്കുമല്ലോ. നീ ഉമ്മ എല്ലാവരോടും കയറി ഞോണ്ടുന്നത് പോലെ ആത്മനിറവുള്ള പെന്തിക്കോസുകാരുടെ ഞോണ്ടരുത്. ഞാൻ പെന്തിക്കോസുകാരെ എല്ലാരെയും പറയത്തില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവിൽ ആരാധിച്ച് വേർപാടും വിശുദ്ധിയും പാലിക്കുന്ന പെന്തിക്കോസുകാര് അല്ല, ബോർഡ് എഴുതി വെക്കുന്ന പെന്തിക്കോസ് അല്ല. അതാ ഇന്ത്യൻ പെന്തിക്കോസ്, അസംബ്ലീസ് ഓഫ് ഗാഡ്, ചർച്ച് ഓഫ് ഗാഡ്. അതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്, WME, കല്ലുമല, അതൊക്കെ ബോർഡ് നല്ലതാ. ഞാൻ അവരുടെ കാര്യമല്ല പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട്, ശ്രദ്ധിച്ചു കേൾക്കണം, രക്ഷിക്കപ്പെട്ട്, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഏറ്റെടുത്ത് ആത്മസ്നാനം പ്രാപിച്ച് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ മറുഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി, അതും പോരാ, തിരുമേശയെടുത്ത്, അത് രാത്രിയിലോ പകലോ എടുക്കാം, വാശി പിടിക്കരുത്. എനിക്ക് പകൽ തന്നാൽ മാത്രമേ ഞാൻ എടുക്കുള്ളൂ, രാത്രിയിലൊന്നും ഞാൻ എടുക്കുകയില്ല. ഒരു ഗ്രൂപ്പുകാർ ഞങ്ങൾ രാത്രി മാത്രമേ എടുക്കുകയുള്ളൂ. നിനക്കെല്ലാം മാട്ട അല്ല. ഇപ്പൊ എന്നാ ചെയ്യാൻ? ഇത് പകലെടുത്താലും രാത്രിയിലെടുത്താലും കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ സ്മരിക്കുകയല്ലേ. രാത്രി മാത്രമേ ഇത് ഓർക്കാവുള്ളൂ. കഷ്ടാനുഭവങ്ങളെ സ്മരിക്കുകയല്ലേ, രാത്രി മാത്രമേ ഇത് ഓർക്കാവുള്ളൂ. ഞാൻ ക്രൂശീകരണം രാത്രിയിലേ ഉള്ളൂ, പകലിനോട് എങ്ങാനും ക്രൂശീകരണം പറഞ്ഞാൽ എന്നാ ചെയ്യാൻ? ഇതേത് സമയത്തും സ്തോത്രം. അപ്പോൾ അങ്ങനെ തിരുമേശയെടുത്ത് എല്ലാറ്റിലും ഉപരി വേർപാടും വിശുദ്ധിയും കാത്ത് അങ്ങനെ ജീവിക്കുന്ന പെന്തിക്കോസുകാർക്കെതിരെ നീ കുരുക്കൊപ്പിച്ചാൽ നീ മേടിച്ച് കെട്ടുന്നതല്ലാതെ അവർക്കൊന്നും ഏൽക്കുകയില്ല. സ്തോത്രം. നമ്മൾ ആ ഭാഗമാണ് ചിന്തിക്കാൻ പോകുന്നു. ദൈവത്തിന് മഹത്വം. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ജാതി വന്ന് പരന്ന് പടർന്ന് കിടക്കുക, നീ അവരെ ശപിക്കണം, രാഗണം. ഞാൻ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ പറഞ്ഞൊരു പുള്ളി ചെയ്തത്, ആദ്യം ബാമോത്ത് ബാലിലോട്ട് കയറി, പിന്നെ പിസ്കയുടെ സെബിമലയിൽ കയറി, പിന്നീട് പയോർമലയിൽ കയറി. ഇതെല്ലാം ഈ മോവാബിന്റെ സമീപ പ്രദേശങ്ങളാണ്. 3 ഭാഗത്ത് പോയി നിന്നു. ഈ 3 ഭാഗത്ത് നിന്നാലും താഴെ കിടക്കുന്ന ഇസ്രായേലിനെ കാണാം. അപ്പൊ ആദ്യം ബാമോത്ത് ബാലിലോട്ട് ചെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ കിടക്കുക ഇസ്രായേല്, അവരെന്ന് കിടക്കുക. 2 പിസ്കയ്ക്കിപ്പറേ സെബിമലയിലോട്ട് ചെന്നു. അവിടെ ഒന്നും നോക്കി, ശിലാഗ്രഹത്തിൽ നിന്ന് കാണുന്ന നോക്കി. അതിനുശേഷമായിട്ട് 3-ാമത്തെ പയോർമലയുടെ മുകളിൽ കയറി ഇങ്ങനെ നോക്കി. ഈ 3 സ്ഥലത്ത് വെച്ച് നോക്കി ശപിക്കാനായിട്ട് എന്തെങ്കിലും വരുന്നതെല്ലാം അനുഗ്രഹവചസ്സാണ്. പ്രാകാനാ പുള്ളി ഉന്നം വെച്ച് എന്തെങ്കിലും വരുന്നതെല്ലാം അനുഗ്രഹത്തിന്റെ വചസ്സാണ്. ഞാൻ അധികം വിവരിക്കുന്നില്ല, കാരണം 9 മണിക്ക് യോഗം നിർത്തേണ്ടത് കൊണ്ട് അത് വിവരിച്ചു പോയാൽ
എടുത്ത പോയി ഉദ്ദേശിച്ച കാര്യം പറയാനൊക്കത്തില്ല. അപ്പൊ ഈ 3 സ്ഥലത്ത് വെച്ച് നോക്കിയിട്ടും ഇവരെ ശപിക്കാൻ പറ്റുന്നില്ല. അനുഗ്രഹത്തിന്റെ വചസ്സാണ് ഈ പ്രവാചകന്റെ വായിൽ നിന്ന് വരുന്നത്. അങ്ങനെ വന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു ഭാഗമാ നമ്മൾ കുറുവാക്യമായിട്ട് വായിച്ചത്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധിയുള്ള വേർപാടുള്ള ദൈവമക്കൾക്ക് ഒരാഭിചാരവും ഏക്കത്തില്ല. ആഭിചാരം കാണും, മന്ത്രവാദം കാണും, ക്ഷുദ്രപ്രയോഗം കാണും, ഗൂഢപ്രയോഗം കാണും, ലക്ഷണവിദ്യ കാണും, പല വിദ്യ കാണും. പക്ഷെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് ഇതൊന്നും ഏക്കുകയില്ല. അതുകൊണ്ട് ദൈവമക്കൾ പേടിക്കരുത്. അവിടെ കൂടോത്രമുണ്ട്, അവിടെ ഇരിക്കട്ടെ, അമ്മ തന്നെ അവര് ആഭിചാരം ചെയ്യുന്നത്. അതിന് നമ്മക്ക് തന്നെ നമുക്കൊന്നുമില്ല. സ്തോത്രം. ചെല്ലു വന്ന് പേടിപ്പിക്കാനുള്ളത് ചെല്ലു പറഞ്ഞില്ല, പ്രാർത്ഥിച്ച്. വീടിന് തെക്ക് വശത്താരാ താമസിക്കുന്നത്? ഈ പെണ്ണുങ്ങളാ ഇത് കേട്ട് കൂടുതൽ ഇളകുന്നത്. എന്തോ പാസ്റ്റ് ഇടപെടണ. അപ്പൊ ഈ വന്ന പ്രവാചകന് മനസ്സിലായി ഈ ചേമ്പ് ഈ കാലത്ത് വേകും, ഇത് വേകുന്ന കാലമാണ്. ഉടനെ ഭർത്താവ് പറയാനൊരുങ്ങി, തെക്ക് പുറത്ത് താമസിക്കുന്ന ആരാന്ന് പറയാനൊരുങ്ങിയപ്പോ അമ്മ പറഞ്ഞു ഉണ്ടായിരുന്നു. ദൈവാത്മാവ് പറഞ്ഞോണ്ടിരിക്കുമ്പോ അമ്മ പാസ്റ്റർ അങ്ങ് പറഞ്ഞാട്ടെ, നിങ്ങളുടെ ഉയർച്ചയ്ക്കെതിരെ അവർക്ക് ഭയങ്കര അസൂയ. സ്വന്തം അനിയനാന്ന് ഓർക്കണം. ചെടുത്ത് നടക്കുന്നതാ, സ്വന്തം അനിയനും കുടുംബമാണ്. പൂള് വെച്ച് കൊടുക്കുക. ഉടനെ പെണ്ണുങ്ങൾക്ക് ഇത് കേൾക്കുന്ന വലിയ ഇഷ്ടമാണ്. കാരണം അനിയനുമായിട്ട് അത്ര രസത്തില്ലാതെ ഇത് കേൾക്കും. ഉടനെ അമ്മാമ്മയുടെ ഡയലോഗ്, പാസ്റ്റർ ഞാൻ എപ്പോഴും പറയാം അവിടെ പോകരുതെന്ന് ഈ മനുഷ്യനെ കൊണ്ട്. 5 മിനിറ്റ് കിട്ടിയ നേരെ അങ്ങോട്ട്. ഇപ്പൊ കേട്ടോ, ദൈവാത്മാവ് പറഞ്ഞ കേട്ടോ. പിന്നെ അമ്മാമ്മയും പ്രവാചകനുമായി ഇണക്ക് മൊത്തം. പ്രവാചകന്റെ ഫോൺ നമ്പരും അമ്മ മേടിച്ച് കൂടെ പാസ്റ്റർ അച്ഛൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, പ്രാർത്ഥിക്കണം കേട്ടോ. എന്തെല്ലാം അക്രമങ്ങളായി ഇതിനകത്ത് നടക്കുന്നത്. സ്തോത്രം. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ലെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. നീ ശരിയായ നിലയിൽ ജീവിക്കുന്ന ദൈവവൈതലാന്നേ നിനക്കൊന്നും വേക്കുകയല്ല. ചില പറയാം അവര് ചെയ്തതാ, നിങ്ങൾ ഇവിടുന്ന് കെട്ടി ഒരാൾ ചെയ്ത ഉടനെ നമ്മൾ ഇവിടുന്ന് പോവുകയാണോ? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. അവര് ചെയ്ത ഉടനെ നമ്മൾ ഇവിടുന്ന് കെട്ടി അങ്ങനെ തന്നെ ഇന്ത്യ അതിർത്തി പോയി ഇവനെയും കൊണ്ട് പോയി എന്ന് ചെയ്യേ, പാകിസ്ഥാൻകാരങ്ങ് പോട്ടെ. ഈ നമ്മുടെ ഈ ഗവൺമെന്റ് എന്ത് കോടിക്കണക്കിന് പൈസ നീ ഒരുത്തനുമായിട്ട് അങ്ങോട്ട് പോയി ചെയ്താ പോരെ? അല്ല, ന്യായമായിട്ട് പറ നിങ്ങള്. സ്തോത്രം. ഇസ്രായേലുകാർ നിന്നെ കാണുകയാണെങ്കിൽ അവർ കൊണ്ടുപോകും. കാരണം അവിടെ പലസ്തീൻകാർ അങ്ങോട്ട് നുഴഞ്ഞു കയറുക. നീ അവിടെ ചെന്ന് ചവിടം കാണിക്കുന്ന ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അവർ പറയും നിന്നെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങള്. പിന്നെ ഫ്രീ ടിക്കറ്റ്, ഫുഡ്, അക്കോമഡേഷന് എല്ലാം എപ്പോ വേണേലും ഇന്ത്യയിലോട്ട് വരികയും പോവുകയും. അവരെന്ത് കിടന്ന് ബുദ്ധിമുട്ടുക. അല്ല, ചെയ്വനയ്ക്ക് അങ്ങനെ ആണെങ്കിലേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിക്കുന്ന ദൈവപൈതലിന് ഒരാഭിചാരവും ഏക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ പേടിപ്പിക്കാനും നിങ്ങളെ ഇളക്കാനൊക്കെ അത് ഇതൊക്കെ പറഞ്ഞു ഇളകരുത്. കർത്താവിന്റെ ഉള്ളം കൈയിലാണ് നമ്മൾ. യോഹന്നാന്റെ സുവിശേഷത്തിൽ അങ്ങനെ അവിടുത്തെ കയ്യിൽ നിന്ന് ആരാ നമ്മളെ പിടിച്ചോണ്ട് പോകുന്നത്? അതിന് കഴിവുള്ള ഒറ്റ ഒരുത്തനുമില്ല.
കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ, കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ, ഒരുത്തനും പിടിച്ചു വേർപിരിക്കുവാൻ കഴിഞ്ഞിട. വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിടാ, വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയന്നിടാ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ, ഇതെന്തു ഭാഗ്യം യേശുനാഥനോടു ചേർന്നു ഞാനിതാ. ഓ ഇത്ര ശ്രേഷ്ഠനാഥൻ എന്റെ മിത്രമായി ഭവിച്ചുക, ഇത്ര ശ്രേഷ്ഠനാഥൻ എന്റെ മിത്രമായി ഭവിച്ചുതാ. ഇതെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്നു ഞാനിതാ. അപ്പൊ ശ്രദ്ധിക്കുക, ഞാനും നിങ്ങളും കർത്താവിന്റെ ഉള്ളം കൈയില്ല. അവിടുത്തെ ഉള്ളം കൈയിലിരിക്കുന്ന എന്നെയും നിന്നെയും പിടിച്ചു പറിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒറ്റയൊരുത്തനും ഉണ്ടാകുകയില്ല. പക്ഷെ ഉള്ളം കൈയിലായിരിക്കണം. തിങ്കൾ മുതൽ ശനി വരെ വേറെ കയ്യിൽ പോയിരുന്നേച്ച് ഞായറാഴ്ച കർത്താവ് നിന്റെ കരങ്ങളിലേക്ക് എന്നെ, അത് നടക്കുകയല്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? ആട്ടെ, അപ്പോൾ ഈ ബിലെയാം അനുഗ്രഹത്തിന്റെ വചസ്സായി പറയുന്നത്. അങ്ങനെ ബാലാകനോട് പറയാ, നീ എന്നെ ശപിക്കാൻ പറ്റിയ, പക്ഷെ ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. അപ്പൊ ഇന്നത്തെ ചെറിയ വിഷയം, ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. അതിന്റെ കാരണങ്ങളാണ്. സ്തോത്രം. അതിന്റെ കാരണം, ഈ ദൈവജനത്തിന് ആഭിചാരം പറ്റാത്തതിന്റെ കാരണങ്ങൾ ഞാൻ ആ സംഖ്യാപുസ്തകത്തിലെ വിഷയത്തോട് ബന്ധപ്പെട്ടായിരിക്കും എന്ന് പറയുന്നത്. ആ ഭാഗത്തിൽ ഇസ്രായേലിന് ആഭിചാരം പറ്റാത്തതിന്റെ കാരണം, ഒന്നാമത്തെ കാരണം 22-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാട്ട്. ദൈവം ബിലെയാമിന്റെ അടുക്കൽ വന്ന്, നിന്നോട് കൂടെയുള്ള ഈ മനുഷ്യർ ആരെന്ന് ചോദിച്ചു. ബിലെയാം ദൈവത്തോട്, ഒരു ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു, നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കണം. അതിന്റെ 23-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, 23-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നു. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ആഭിചാരം ഇവർക്ക് പറ്റാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം വേർപാട് പാലിക്കുന്നവരാണ്. പെന്തിക്കോസുകാര് വേർപാട് പാലിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് സകല കേസിനകത്ത് ഞാൻ ഇടപെടുക. പാർട്ടിയുടെ പരിപാടി വെച്ചാൽ അവിടെയും പോകും. അന്നേരം കളർ ഷർട്ടാ, സഭയെ വരുമ്പോ വെള്ള ഷർട്ട്. അത് കോൺഗ്രസിന്റെ പരിപാടിക്ക് അന്നേ കവറിട്ടുകൊണ്ട് പോകും. കമ്മ്യൂണിസ്റ്റുകാരുടെ അന്നേ വെള്ള ചുമന്നലായി, വെള്ളക്കകത്ത് ചുമന്നലായി. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? BJP-യുടെ പരിപാടിക്കാണ് വിളിക്കുന്നെങ്കിൽ അതിനുണ്ടല്ലോ ഡ്രസ്. ഏത് പാർട്ടി വിളിക്കും അത്. പണ്ട് ഈ രാമക്ഷേത്രത്തിന്റെ അവിടെ പ്രശ്നം നടന്നല്ലോ, അയോധ്യ പ്രശ്നം. ഇപ്പോഴല്ല, പണ്ട്. അപ്പൊ അതെല്ലാം പരിഹരിച്ചവര്. പ്രശ്നം നടന്നപ്പോ എനിക്ക് വേണ്ടപ്പെട്ട ഒരാള് രസകരമായിട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പുള്ളി അവിടെ താമസിക്കുന്നത്. ഞാൻ ചോദിച്ചു, എങ്ങനെ അവിടെ അത്ര നാളും പിടിച്ചു നിന്നത്? പുള്ളി പെന്തിക്കോസുകാരനൊന്നും അല്ല, ഒരു നല്ല മനുഷ്യനാ, നല്ല പുള്ളിയുടെ രീതി അതാ. എങ്ങനെ പിടിച്ചു നിന്നെന്ന് ചോദിച്ചു. ഞാൻ പിടിച്ചു നിന്നെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെയാ പിടിച്ചു?
ഞാൻ രാവിലെയൊക്കെ ജോലിക്കൊക്കെ പോവുക, അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യും, എല്ലാം ഞാൻ ചെയ്യും. അപ്പം ഞാൻ ജിബായ ഇടുന്നത്. അത് ഞാൻ പറഞ്ഞു, എനിക്കറിയാം ജിബായാന്നല്ലോ, അരക്കയ്യും ജിബ. അതിനകത്ത് ഞാൻ ബനിയനുണ്ട്. ഞാൻ ഈ പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഈ റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ, പുസ്തകത്തെ മൊത്തം ഇടുന്ന കറുത്ത റബ്ബർ ബാൻഡ്, കട്ടിയുള്ളത്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അത് 3-4 എണ്ണം ഉണ്ട്. ഞാൻ ചോദിച്ചു അതെന്തിനാ? അത് പറഞ്ഞു തരാം. ഞാൻ ഇറങ്ങുമ്പം ഇവിടെ ശ്രീരാമന്റെ ഒരു ഫോട്ടോ ഫിറ്റ് ചെയ്യും, നേരെ പുറകെ മോസ്കിന്റെ ഒരു പടവും. BJP-ക്കാരാ വരുന്നെങ്കിൽ നേരെ പൊക്കും, മുസ്ലിങ്ങളാ വരുന്നെങ്കിൽ തിരിഞ്ഞ് നെച്ച് പൊക്കും. എങ്ങനുണ്ട്? നല്ല ബുദ്ധിയല്ലേ? വിശ്വസിക്കാൻ പറ്റുമോ? സകല കേസിനകത്ത് നീ എന്ന് ഇടപെടുക. ഞാനൊരു കാര്യം പറയാം, പെന്തിക്കോസുകാര് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്തോണം. പക്ഷേ സഭയിൽ വരുന്ന നീ പൗരാവകാശമില്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് ആണോ, വോട്ട് ചെയ്തു. കോൺഗ്രസ് ആണോ, വോട്ട് ചെയ്തു. BJP ആണോ, വോട്ട് ചെയ്തു. അത് നിങ്ങളുടെ മൗലിക അവകാശമാണ്, ഇല്ലയോ? പറ നിങ്ങൾ എന്തെങ്കിലും. സഭയ്ക്കകത്ത് ഇതൊന്നും പാടില്ല. സഭ ദൈവത്തിൻ്റെതാ. സ്തോത്രം. സഭ ദൈവത്തിൻ്റെതാ. ഇത് സകല കേസിനകത്തും പോവുക. സമുദായത്തിന്റെ പരിപാടി കൊണ്ട് അതിനും പുള്ളി ഭദ്രദീപം തെളിക്കാൻ നോക്കുമ്പോ നമ്മുടെ പുള്ളിയല്ലേ ഇരിക്കുന്നത്. ആ പുള്ളി എല്ലായിടത്തും ഉണ്ടല്ലോ. നിന്നെ ഷാജ് ചപ്പു, നാടൻ ഭാഷ പറഞ്ഞു. ഇനി എന്നാ ചപ്പാനാ? ചപ്പി ഇല്ല, പണ്ട് പഴമാങ്ങ നമ്മള് പഴമാങ്ങയുടെ അറ്റത്തിന്റെ അവിടെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കടിച്ചെടുക്കുമ്പോ കണ്ടിട്ടില്ലേ അതിന്റെ അറ്റ ഓഞ്ഞിരിക്കുന്നത്? നിന്നെ എന്നാ ജപ്പാന? എന്നാൽ വേർപാട് പാലിക്കുന്ന ദൈവമക്കൾക്ക് ആഭിചാരം പറ്റുകയില്ല. ദൈവമക്കൾ എല്ലാ വിഷയത്തിലും വേർപാട് പാലിക്കണം. ആരാധനയിൽ വേർപാടുണ്ടായിരിക്കണം. നടപ്പിലും എടുപ്പിലും കൊടുപ്പിലും ഉടുപ്പിലും പോക്കിലും വരവിലും സംസാരത്തിലും ചെയ്തികളിലും പ്രവൃത്തികളിലും മുഴുവൻ വിഷയത്തിലും ദൈവമക്കൾ വേർപാട് പാലിക്കണം. ഞായറാഴ്ച ഹോളി വരുമ്പോ മാത്രമല്ല വേർപാട്. ഞായറാഴ്ച പുൽപ്പിറ്റ് നമ്മുടെ പാസ്റ്റർ മുഴുത്തൊരു ജിപ്പായിട്ടുണ്ട്. ഓണക്കളിക്കും പുള്ളി അവിടെ ഉണ്ട്. ക്ലബിന്റെ പരിപാടിക്ക് പാസ്റ്റർ വേണം പ്രാർത്ഥിച്ച് കബഡി കളി. സ്തോത്രം. നീ വേർപാട് പാലിക്കണം. ഈ വേർപാട് പാലിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് മിണ്ടാതിരിക്കുന്നതല്ല. അങ്ങനെ ചിലക്ക് ധാരണയുണ്ട്. വേർപാട് ആരോടും മിണ്ടുകയില്ല, ഇടിച്ചാൽ പോലും മിണ്ടുകയില്ല. എന്തുകൊണ്ട്? വിശേഷം സുഖമായിട്ടിരിക്കുന്നു, നിനക്ക് വട്ട. എടാ, വേർപാടെന്ന് പറഞ്ഞ ആരോടും മിണ്ടാതിരിക്കുന്നതല്ല. അയലത്തുകാരോട് മിണ്ടണം, സഹോദരങ്ങളോട് മിണ്ടണം, ചാർച്ചക്കാരോട് മിണ്ടണം, ഒരുത്തരോടും മിണ്ടാതിരിക്കരുത്. സകല മനുഷ്യരോട് സമാധാനം ആചരിച്ച് ശുദ്ധീകരണം, അങ്ങനെ പ്രമാണം. ഈ വേർപാടെന്ന് പറഞ്ഞാൽ തമ്മിൽ മിണ്ടാതിരിക്കോ വിളിക്കോ പറയോ ഇരിക്കുന്നില്ല. പല ആചാരങ്ങളും പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് പാടില്ല. അതിൽ നിന്ന് വേർപാട് വേണം. ഇതാ 28 കെട്ടിനും പോകും, മാമോദിസയ്ക്കും പോകും, ആണ്ടിയാത്തത്തിനും പോകും, അടിയന്തരത്തിനും പോകും, സകല കേസിനകത്തും ബർത്ത്ഡേ ആഘോഷിക്കും, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കും, സപ്തതി ഷഷ്ടി മുഴുവൻ ആഘോഷിക്കും. ചർച്ചിലും വരും, ഈസ്റ്റർ ആഘോഷിക്കും, ക്രിസ്തുമസിന് അന്നൊരു പരസ്യയോഗം, വേറെ ഒരു ദിവസവും പരസ്യയോഗം.
ഡിസംബർ 24-ാം തീയതി പാതിരാത്രിക്ക് ഒരു ടെമ്പോയ്ക്കകത്ത് 2 തമ്പേറും വേറൊരു ദിവസം വേറെ ഈ 365 ദിവസമാണ് 364 ദിവസവും പരസ്യവും നടത്താൻ അന്ന് മാത്രം ഒരു ആത്മഭാരം. എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ വേർപാട് പാലിക്കണം. ഇത് ക്രിസ്തുമസ് കേക്കും തിന്ന് ആരാണ്ട് കൊണ്ട് കൊടുത്തതാ, കാശ് കൊടുത്ത് മേടിച്ചല്ല. അന്നത് കിട്ടിയവൻ പറയട്ടെ, അയ്യോ ഞങ്ങൾ ഇത് ഉപയോഗിക്കുകയല്ല. കേക്ക് ഉപയോഗിക്കും, ഈ ചടങ്ങ് ഞങ്ങൾക്ക് പറയണ്ടേ. അത് മുറിച്ചങ്ങ് കവള് നിറച്ച് തിന്ന് വെച്ചോണ്ടോ. വേർപാടുമില്ല, യാതൊരു പ്രമാണവുമില്ല. ഈശ്വരും ആഘോഷിച്ചു. അപ്പോ താറാവ് കയറി മൂക്ക് മുട്ട തിന്നു. വേർപാടില്ല. അവർ ആദ്യകാല പൊങ്കാലയ്ക്ക് പോയിച്ച് അതിന്റെ കൊണ്ട് തന്നു, അതും തിന്നു. സ്വത്രത്തോട് കൂടി ഭക്ഷിക്കുന്നെങ്കിലും ഒന്നും അങ്ങനല്ലേ വാക്യം. മനസ്സിലാകുന്നുണ്ടോ? വേർപാട് പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. ഓണം ഉണ്ണാനായിട്ട് ക്ഷണിച്ചു. നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാക്കില്ല. അന്ന് നമ്മുടെ സഭയിൽ ഉപവാസ പ്രാർത്ഥന അങ്ങനെയുള്ള ജാഗത്തുണ്ട്. ആ ഓണത്തിന്റെ ദിവസം തന്നെ അത് വെക്കുന്നതിന് പിള്ളേർ വേറെ വഴി കൂടെ പോവുകയും ചെയ്യും. അവിട്ടവും ചതയവും പൂരിട്ടാതി ഉത്തിട്ടാതി രേവതി ഉപവാസ പ്രാർത്ഥന വല്ല കാര്യമുള്ള കാര്യമാണ്. അന്ന് തന്നെ ഉപവാസ പ്രാർത്ഥന. കൊച്ചുങ്ങൾ അന്നേരം അന്ന് തന്നെ പിന്നെ ചിലർ വെക്കുന്നത് അവധിയുള്ള ദിവസങ്ങളായതുകൊണ്ട് എല്ലാവർക്കും കൂടെ കൂടാന്നൊക്കെ പറഞ്ഞ ആര് ഉപവസിക്കാണ്. അന്നേരം ഓണത്തിന് വരുമ്പോ അനിയത്ത് ക്ഷണിച്ചു. ഉടനെ പിള്ളേരുമായിട്ട് അങ്ങോട്ട് പോയി. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയില്ല, അവിടെ പോയി ഉപ്പേരി പിന്നെ ഉണ്ടല്ലോ ശർക്കര പുരട്ടി, നല്ല ടേസ്റ്റ് ആയിരുന്നു ശർക്കര പുരട്ടി കേട്ടോ. എല്ലാം തിന്ന് കിടക്കുക. മനസ്സിലാകുന്നുണ്ടോ? വേർപാട് പാലിക്കണം. സ്തോത്രം. വേർപാട് പാലിക്കണം.